ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്ക് കണ്ടാലോ. അതിനായിട്ട് ഞാൻ വൈകുന്നേരം നിലയുടെ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 2 ഗ്ലാസ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അല്പം ഉപ്പിടുന്നുണ്ട്, തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇടിയപ്പത്തിനൊക്കെ നമുക്ക് കുഴച്ചെടുക്കൂലേ, ആ പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് പത്തിരി ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ് കേട്ടോ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി കുഴച്ചെടുക്കാം. വെള്ളം നോക്കിയിട്ട് ഒഴിക്കണം കേട്ടോ, കൂടി പോകരുത്. ആ തിളച്ച വെള്ളം ഒഴിച്ച് ഞാൻ ചൂടനെപ്പം തന്നെ ഒന്ന് കുഴച്ചെടുക്കേണ്ട, അതിന് ആ സോഫ്റ്റ്നെസ് കിട്ടൂല. നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാട്ടാ, നല്ല സോഫ്റ്റ് ആയി കിട്ടും. നല്ലോണം കുഴച്ചെടുക്കുക, ചൂടേപ്പാടി തന്നെ കുഴച്ചാൽ. മാവ് കുഴച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം. ഒരു 1/2 കപ്പ് വെള്ളത്തിലേക്ക് 1/4 കിലോ ശർക്കര ഇട്ട് ശർക്കരപ്പാനി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ശർക്കരപ്പാനി ഒരു പാത്രത്തിലേക്ക് ഞാൻ അരിച്ചു വയ്ക്കേണ്ട ഒരു പാനിലേക്ക് ഒഴിക്കുകയാണ്. അതിന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ശർക്കര നിർബന്ധമായിട്ട് അരിച്ചെടുക്കണമായിരിക്കും, അതിനകത്ത് അഴുക്കൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ലോണം ഇതിനകത്തേക്ക് തേങ്ങ ഇട്ട് ഞാൻ ഒരു മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, അതിട്ട് നല്ലോണം നമുക്ക് വിളയിച്ചെടുക്കാം. ശർക്കരപ്പാനി തിളച്ചു വന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു മുറി തേങ്ങ ചിരണ്ടിട്ട് അത് ഇട്ട് കൊടുക്കാം. തേങ്ങ ഓരോരുത്തർ ഇഷ്ടാനുസരണം ഇടാട്ടോ. തേങ്ങ കൂടുതലാണ് അത്ര നല്ലതായിരിക്കുള്ളൂ. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇതൊന്ന് വിളയിച്ചെടുക്കാം. ശർക്കരയും തേങ്ങ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അല്പം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അടക്കൊണ്ട് ഞാൻ വാഴല കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇതേപോലെ പീസുകളാക്കിയിട്ടുണ്ട്. ഒരു ഉണ്ട ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് മാവ് നമുക്ക് ഇങ്ങനെ പരത്തി കൊടുക്കാട്ടോ. നമുക്കിത് നല്ലോണം നൈസായിട്ട് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കുന്ന കാണി അല്പം വെള്ളം തൊട്ടിട്ട് വേണം വേണ്ടി പരത്തിയെടുക്കാൻ കേട്ടോ. നമുക്ക് ഇതിന്റെ മുകളിലേക്ക് വിളയിച്ച് വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങയും കൂട്ടിയിട്ട് കൊടുക്കാം. നടുക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇതിനകത്തേക്ക് ലീക്ക് ആവില്ല, ഈ ശർക്കരപ്പാനി പുറത്തേക്ക് പോകില്ല. ഇതേപോലെ ബാക്കി എല്ലാ അടകളും നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാം. എല്ലാവരും ഞാൻ പരത്തി ഇഡലിത്തട്ടിൽ വെച്ച് നമുക്ക് ആവിയേറ്റി എടുക്കാം കേട്ടോ. എല്ലാവരും അട വെന്തോന്ന് നോക്കാം കേട്ടോ. നമുക്ക് നല്ല ആവി വരുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് വേവാണ്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. അതായത് നോക്കാം കേട്ടോ. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്തു നോക്കാം. ചൂടുണ്ട്, ഒന്ന് എടുത്തു നോക്കാം. സോഫ്റ്റായിട്ടും നല്ല നൈസായിട്ടും കിട്ടിയിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ എടുക്കരുത് കേട്ടോ. ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ട് എടുക്കണം. അല്ലെങ്കിൽ വെന്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ എടുക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വേവാത്ത പോലെ തോന്നും. 10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ നല്ലോണം ഉറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പം തന്നെ നല്ല ചൂടുണ്ട്. നമുക്കിതൊന്ന് പൊളിച്ചു നോക്കാം. കണ്ട നല്ല പഞ്ഞി പോലത്തെ അടയുണ്ട, കനം കുറഞ്ഞ് തീരെ കനം കുറഞ്ഞ അട. അപ്പം എല്ലാവരും അടയൊക്കെ ട്രൈ ചെയ്യാത്ത എല്ലാവരും അടയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.